80ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷത്തിനൊരുങ്ങി രാജ്യം. നാളെ ചെങ്കോട്ടയിൽ നടക്കുന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ പതാക ഉയർത്തും. സ്വതന്ത്ര ഭാരതത്തിൽ ഇതാദ്യമായി ചെങ്കോട്ടയിൽ ആഘോഷങ്ങളുടെ ഭാഗമായി വന്ദേ മാതരം ആലപിക്കും. സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന് മുന്നോടിയായി രാജ്യ തലസ്ഥാനത്ത് സുരക്ഷ ശക്തമാക്കുകയും ചെയ്തു. എത്ര മനോഹരമായ നിമിഷമായിരിക്കും നാളെ എന്നുള്ളത് ഇപ്പോൾ തന്നെ ഞാൻ ആലോചിച്ചു പോവുകയാണ്. സ്വതന്ത്ര ഭാരതത്തിൽ ഇതാദ്യമായി നമ്മുടെ സ്വാതന്ത്ര്യ സമരകാലത്ത് വീറും ആവേശവും നൽകിയ വന്ദേ മാതരം പൂർണ്ണമായി ആലപിക്കാൻ പോകുന്നു. ഇതിൽ പരമൊരു സ്വപ്ന സാക്ഷാത്കാരം ഈ രാജ്യത്തെ സ്നേഹിക്കുന്നവർക്ക് മറ്റെന്തു വേണം? വാർത്തയിലേക്ക്. ചെങ്കോട്ട കേന്ദ്രീകരിച്ച് 20,000-ഓളം സുരക്ഷാ ഉദ്യോഗസ്ഥരെ വിന്യസിച്ചു. ഡൽഹി പോലീസ്, അർദ്ധസൈനിക വിഭാഗങ്ങൾ, കമാൻഡോകൾ, NSD, NDRF, ക്വിക്ക് റിയാക്ഷൻ ടീമുകൾ എന്നിങ്ങനെ സുരക്ഷാ ചുമതലയിലുണ്ടാകും. ചെങ്കോട്ടയിലും പരിസരത്തുമായി 1000-ലധികം CCTV ക്യാമറകൾ സ്ഥാപിച്ച് 24 മണിക്കൂറും നിരീക്ഷണം ശക്തമാക്കി. ഫേഷ്യൽ റെക്കഗ്നിഷൻ, വാഹനങ്ങളുടെ നമ്പർ പ്ലേറ്റ് തിരിച്ചറിയൽ, നുഴഞ്ഞുകയറ്റം കണ്ടെത്തൽ തുടങ്ങിയ സാങ്കേതിക സംവിധാനങ്ങളും ഉപയോഗിക്കുന്നുണ്ട്. ഡ്രോൺ ഭീഷണി നേരിടാൻ ആന്റി ഡ്രോൺ സംവിധാനങ്ങളും സജ്ജമാക്കിയിട്ടുണ്ട്. സംശയാസ്പദമായ വ്യക്തികളെയും വാഹനങ്ങളെയും കണ്ടെത്താൻ നഗരത്തിലുടനീളം പരിശോധനകളും പെട്രോളിംഗും വർദ്ധിപ്പിച്ചു. അധിക പോലീസ് വിക്കറ്റുകളും ചെക്ക് പോസ്റ്റുകളും സ്ഥാപിച്ച് വാഹന വ്യക്തി പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. വന്ദേ മാതരം 150ാം വാർഷികവും വികസിത് ഭാരത് 2047 ലക്ഷ്യത്തിലേക്കുള്ള യുവശക്തിയുടെ പങ്കാളിത്തവുമാണ് ഇത്തവണത്തെ പ്രധാന പ്രമേയങ്ങൾ. ചെങ്കോട്ടയിലെ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ ആദ്യമായി വന്ദേ മാതരം ആലപിക്കും. ദേശീയ പതാക ഉയർത്തുന്നതിന് പിന്നാലെ തദ്ദേശീയ 105 mm ലൈറ്റ് ഫീൽഡ് ഗണ്ണുകൾ ഉപയോഗിച്ച് 21 ഗൺ സല്യൂട്ട് നൽകും. 2 വ്യോമസേന Mi-17 ഹെലികോപ്റ്ററുകൾ ദേശീയ പതാകയും വന്ദേ മാതരം ആലേഖനം ചെയ്ത പതാകയും വഹിച്ച് പുഷ്പവൃഷ്ടി നടത്തും. പിന്നാലെ സൈനിക ബാൻഡിന്റെ നേതൃത്വത്തിൽ ദേശീയ ഗീതമായ വന്ദേ മാതരവും ദേശീയ ഗാനവും ആലപിക്കും. വന്ദേ മാതരം പൂർണ്ണ രൂപത്തിൽ ആലപിക്കുന്നത് ചരിത്രമാണ്. NCCയിലെ കര, നാവിക, വ്യോമസേന വിഭാഗങ്ങളിലെയും മൈ ഭാരത് വോളണ്ടിയർമാരിലെയും 2500 യുവാക്കൾ ചടങ്ങിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിന് ശേഷം ഇവർ വന്ദേ മാതരവും ദേശീയ ഗാനവും വീണ്ടും ആലപിക്കും. വിവിധ മേഖലകളിൽ നിന്നുള്ള ഏകദേശം 5000 പ്രത്യേക അതിഥികൾക്കും ക്ഷണമുണ്ട്. വനിതാ സംരംഭകർ, ശുചീകരണ തൊഴിലാളികൾ, കർഷകർ, സ്റ്റാർട്ടപ്പ് സംരംഭകർ, യുവ ഇന്നോവേറ്റർമാർ, സർക്കാർ ആശുപത്രി ജീവനക്കാർ തുടങ്ങിയവർ ഇതിൽ ഉൾപ്പെടുന്നു. കൂടാതെ വിവിധ സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുള്ള 1500-ലധികം പേർ പരമ്പരാഗത വേഷത്തിൽ ചടങ്ങിൽ പങ്കെടുക്കും. ജനം, ഡൽഹി.